മധു കൊട്ടാരക്കര കൂടി ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. ഇന്ന് അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു ഡെവലപ്മെന്റ് വിഷയത്തിലുണ്ടായിരിക്കുന്നത് US സെനറ്റർമാരുടെ ഈ യുദ്ധം തടയാനുള്ള നീക്കം അത് US സെനറ്റിൽ പരാജയപ്പെട്ടു എന്നാണ്. ആ പ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നു. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പരാജയപ്പെട്ടത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു കൊട്ടാരക്കര, ഈ യുദ്ധം തടയാൻ ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കാൻ സെനറ്റിന് കൂടി സാധിക്കുന്നില്ല. ഏത് രീതിയിലായിരുന്നു വോട്ടെടുപ്പ്? പൂർണ്ണമായൊരു പിന്തുണ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് സെനറ്റ് നൽകി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ആസിദ, ദിൽന. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു സെനറ്റിൽ ഇന്നത്തെ വോട്ടെടുപ്പ് നടന്നത്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണയുള്ള ഒരു സെനറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും അത് വരുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി വളരെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രമേയം ഡെമോക്രാറ്റ്സ് ആയിരുന്നു കൊണ്ടുവന്നത്. അതാണ് പരാജയപ്പെട്ടത്. അല്പസമയം മുമ്പാണ് ഈ വോട്ടെടുപ്പ് നടന്നത്. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് ഈ പ്രമേയം തള്ളപ്പെട്ടത്. US കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇറാനെതിരെ കൂടുതൽ സൈനിക ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് തടയുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ ഈ പ്രമേയം കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നത്. ഭൂരിഭാഗം അംഗങ്ങളും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാടനുസരിച്ച് തന്നെ വോട്ട് ചെയ്തു. ചില അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ സെനറ്റർ റാൻഡ് പോൾ ഈ പ്രമേയത്തെ അനുകൂലിച്ച്, അതായത് ഡൊണാൾഡ് ട്രംപിനെതിരെ വോട്ട് ചെയ്തു. അതുപോലെ ഡെമോക്രാറ്റിക് സെനറ്റർ ജോൺ ഫെറ്റർമാന് ഈ പ്രമേയത്തെ എതിർത്ത്, അതായത് ട്രംപിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ ഈ ഡെമോക്രാറ്റിക് സെനറ്റർമാർ അവരുടെ സീറ്റുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ട്രംപിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. സാധാരണ ഇങ്ങനെ വോട്ട് നടന്നതിന് ശേഷം ഉടൻ ഈ അംഗങ്ങൾ സഭ വിടാറാണ് പതിവ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഡെമോക്രാറ്റ്സ് അത് ഒഴിവാക്കി ഈ പ്രതിഷേധം നടത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇങ്ങനെ പടരുമ്പോഴും അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല എന്നാണ് ഈ പ്രതിപക്ഷത്തിലെ മിക്കവാറും ഉള്ളവർ പങ്കുവെച്ചത്. ഈ ഇറാൻ യുദ്ധത്തെ ചൊല്ലി ഈ US സെനറ്റിൽ ഈ വോട്ടെടുപ്പിന്റെ സമയത്ത് ഭരണ പ്രതിപക്ഷം തമ്മിൽ നല്ല അതിരൂക്ഷമായ നല്ല രീതിയിലുള്ള വാക്പോര് തന്നെ നടക്കുകയുണ്ടായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അമേരിക്കയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണെന്നാണ് സീനിയർ ലീഡർ ഡെമോക്രാറ്റ്സിന്റെ ചക് ഷൂമർ പറഞ്ഞത്. അദ്ദേഹം നിരന്തരമായിട്ട് യുദ്ധത്തിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത ഒരാളാണ്. പശ്ചിമേഷ്യയിൽ ഒരിക്കലും അവസാനിക്കാത്ത ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ മനമെടുത്ത അമേരിക്കൻ ജനതയ്ക്കൊപ്പമാണോ നിങ്ങളെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പേഴ്സിനോട് അദ്ദേഹം ചോദിച്ചത്. അതോ ഈ തുടർച്ചയായിട്ടുള്ള മറ്റൊരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അതുപോലെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സിന് ഒപ്പമാണോ എന്ന് ഈ വോട്ടെടുപ്പിൽ നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ചക് ഷൂമർ പറഞ്ഞത്. എന്നാൽ ഈ ഡെമോക്രാറ്റുകളുടെ ഈ നീക്കമൊക്കെ വെറും ഒരു തടസ്സവാദം മാത്രമാണെന്നാണ് റിപ്പബ്ലിക്കൻ സീനിയർ ലീഡേഴ്സ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഇറാന്റെ ആണവ പദ്ധതികളൊക്കെ തകർക്കുന്നതിന് മുൻഗണന ഡെമോക്രാറ്റുകൾ നൽകുന്നത് അല്ലാതെ ഡൊണാൾഡ് ട്രംപിനെ എതിർക്കാനാണ് ഈ റിപ്പബ്ലിക്കൻ ചെയ്യുന്ന റിപ്പബ്ലിക്കൻ സെനറ്റർ കൂടിയായ ജോൺ ബറാസോ കുറ്റപ്പെടുത്തുകയും ഉണ്ടായി. ആസിദ, ദിൽന. മധു, സ്വാഭാവികമായും റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷമുള്ളൊരു സഭയിൽ മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ തരമില്ല, മധു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ ഈ നീക്കം അത് സ്വാഭാവികമായും ഇറാന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നതല്ല. ലോകരാഷ്ട്രങ്ങൾക്ക് ഇടയിൽ പല സാഹചര്യത്തിലും പല ഘട്ടത്തിലും ഇപ്പോൾ വെനസ്വേല അടക്കം നമ്മൾ പലതവണ ഉദാഹരണമായി പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരം ഇടങ്ങളിലൊക്കെ അമേരിക്ക നടത്തിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ ഇടപെടലിനെതിരെ ഒരു പരിധിവരെ തടയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ സെനറ്റിലെ നീക്കം. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ കാര്യത്തിൽ മാത്രമല്ല ഇനിയുള്ള അത്തരം നീക്കങ്ങളിലും ട്രംപിന് ഒരു വലിയ പിന്തുണ ഉണ്ടാകുന്നു എന്നതുകൂടിയുണ്ട്. അത് അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണ്. ആസിദ, അമേരിക്കയുടെ ഒരു ജനാധിപത്യ രീതിയിൽ ഇത് കൃത്യമായിട്ട് രേഖകളോടുകൂടി സെനറ്റിന്റെ വിവിധ കമ്മിറ്റികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ചുമതല ഡൊണാൾഡ് ട്രംപിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ധനകാര്യ ബില്ലും ഒക്കെ വരുമ്പോൾ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ മാത്രമേ ആവശ്യത്തിനുള്ള വോട്ട് ലഭിക്കുക പോലും ഉള്ളൂ. നമുക്കറിയാം ഗവൺമെന്റ് ഷട്ട് ഡൗൺ തന്നെ എത്ര ദിവസം മുമ്പോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഒരു ഡിക്റ്റേറ്റർ പോലെ അത്ര എളുപ്പത്തിൽ അമേരിക്കൻ ജനാധിപത്യ രീതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ വെനസ്വേലയിൽ തന്നെ ട്രംപ് ഈ നിയമങ്ങളുടെ പഴുതുകളിൽ കൂടെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ തലവനായിട്ട് വെനസ്വേല പ്രസിഡന്റ് മദൂരയെ പ്രഖ്യാപിച്ച് അതിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചതിന് ശേഷം, മാർക്കോ റൂബിയാണ് പുറപ്പെടുവിച്ചത്. പിന്നീട് നിയമത്തിന്റെ ആ പഴുത് വരുന്നത് ഒരു ഭീകര സംഘടനയുടെ തലവനെ അതിനെ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് പ്രൂവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇവിടെ ട്രംപ് ഉപയോഗിച്ച ഒരു നിയമ പഴുതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് ഒന്നാമത് ഇത് വാർ
വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇത് സൈനിക ഇടപെടലെന്നാണ്, അല്ലെങ്കിൽ സൈന്യത്തിനെ ഒരു പ്രത്യേക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആ നിയമം വെച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സൈന്യത്തെ ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. 60 ദിവസം വരെ US പ്രസിഡന്റിന് US കോൺഗ്രസിന്റെ അനുവാദം ഇല്ലാതെ ഉപയോഗിക്കാൻ ഭരണഘടന അനുവദിക്കുന്ന ആ നിയമപ്പഴുതാണ്. ഇന്ന് US കോൺഗ്രസ് ഇത് തടയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഡൊണാൾഡ് ട്രംപിന് 30 ദിവസമുണ്ട് അവസാനത്തെ സൈനികനെ തിരിച്ച് അമേരിക്കൻ മണ്ണിൽ എത്തിക്കുവാൻ. അപ്പോൾ ഈ 30 ദിവസം 4 ആഴ്ച എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരു പക്ഷേ ഈ 4 ആഴ്ച കൊണ്ട് ഈ നിയമം കൃത്യമായിട്ട് പാലിക്കത്തക്ക രീതിയിൽ തന്നെ തിരിച്ചു വരാം. ഇനിയും സെനറ്റിലോ അല്ലെങ്കിൽ US കോൺഗ്രസിലോ സംയുക്ത കോൺഗ്രസിലോ ഒക്കെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അപ്പൊ ആ നിയമപ്പഴുതുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിന്റെ ലീഗാലിറ്റി അമേരിക്കയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു രാഷ്ട്രത്തിന്റെ തലവൻ നെതന്യാഹു ഇറാന്റെ തലവൻ അയത്തുള്ള ഖമീനിയെ കൊലപ്പെടുത്തിയത് 1981 റൊണാൾഡ് റീഗൻ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട്. 12333 എന്നാണ് ആ എക്സിക്യൂട്ടീവ് ഓർഡർ. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അമേരിക്കയിലെ സീക്രട്ട് ഏജൻസോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവരോ ഉദ്യോഗസ്ഥരോ മറ്റൊരു രാഷ്ട്രത്തിന്റെ തലവന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊലപ്പെടുത്തുവാൻ പാടില്ല എന്നുണ്ട്. അത് പ്രത്യേകിച്ച് സമാധാനപരമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തിരിച്ചത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ന്യായീകരിക്കും. ഇപ്പം ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിൽ വെച്ച് ഈ കപ്പൽ മുക്കിയത് അത് ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അത് നിയമപരമായിട്ട് കുഴപ്പമില്ല, കാര്യം അതൊരു മിലിറ്ററി ഷിപ്പാണെന്ന് പ്രൂവ് ചെയ്യും എന്നോടത്തുകൂടി. പക്ഷെ അതിനൊരു മറുവാദം വരും, ഇറാനിൽ നിന്ന് വളരെ ദൂരെയാണല്ലോ എന്നുള്ളത്. അപ്പൊ ഈ നിയമവിഷയങ്ങൾ പിന്നീടായാലും ചോദ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.